ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമുക്കിന്നൊരു ബ്ലൂബെറിയുടെ ഡ്രീം കേക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ട്രെൻഡിങ് എല്ലാം പോയിരിക്കുന്നറിയാം, എന്നാലും റെസിപ്പി ഇരിക്കട്ടെ. അപ്പോൾ ഒരു ഹാഫ് കപ്പിൻ്റെ മൈദയും ഒരു ഹാഫ് ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അത് സൈഡാക്കിയിട്ട് നമുക്ക് 2 മുട്ട എടുക്കണം. 2 റൂം ടെമ്പറേച്ചറിലെ മുട്ട എടുക്കാം കേട്ടോ. തണുത്ത മുട്ട എടുക്കരുത്, എന്നുവെച്ചാൽ ഫ്രിഡ്ജിലെ മുട്ട എടുക്കരുത്, റൂം ടെമ്പറേച്ചറായിട്ടേ മുട്ട എടുക്കാവുള്ളൂ. പിന്നെ ഒരു ഹാഫ് കപ്പ് പൊടിച്ച പഞ്ചസാരയും ഇട്ട് വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് എടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മിൽക്കും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളൊന്ന് മിക്സാക്കി, അത് ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടു കേട്ടോ, സോറി. അതെല്ലാം മിക്സായി കഴിയുമ്പോഴത്തേന് 2 ടേബിൾ സ്പൂൺ ബ്ലൂബെറിയുടെ ക്രഷൂടെ മിക്സാക്കി വെക്കാം. എന്നിട്ട് ഒരു ഇച്ചിരി എസൻസ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, വേണമെങ്കിൽ ചേർക്കാം. 5 ഇഞ്ചിൻ്റെ പാനാണ് ഞാൻ ബേക്ക് ചെയ്തത്. ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറോടൊന്ന്, എസൻസ് ഞാൻ ഇപ്പോഴാണ് ആഡ് ചെയ്തത്, നേരത്തെ ആയാലും മുന്നേ ആയാലും ആഡ് ചെയ്യാം കേട്ടോ, ലാസ്റ്റാണ് ആഡ് ചെയ്തത്. പിന്നെ ബേക്കിംഗ് ടീനിലിട്ടിട്ട് അപ്പോഴത്തേ നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കുന്ന സമയത്ത് നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒന്ന് സ്ക്വയർ ഇട്ടിട്ട് എയർ ബബിൾസ് ഒന്ന് കളഞ്ഞ് ടാപ്പ് ചെയ്ത് വെക്കാം. അതൊരു 20-25 മിനിറ്റ് 160 ഡിഗ്രി ടെമ്പറേച്ചറിലൊന്ന് വെച്ചാൽ മതി. പിന്നെ നമുക്ക് കുറച്ച് ക്രീം എൻ്റെ ബീറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അതും കുറച്ച് ഈ എസൻസ് ഒഴിച്ചിട്ടുള്ള ഗനാഷും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം അത് രണ്ടും കൂടെ ഒന്ന് നമ്മുടെ മോസസ് ഒക്കെ ഇല്ലേ, അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തു. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇത് സോഫ്റ്റ് ആവുമെന്ന് പറഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, നല്ല സോഫ്റ്റ് ആക്കി ഇടണം. എന്നാണ് നമുക്കതൊന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഒരു നമ്മൾ കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കും, അതൊരു സുഖമില്ല. ഡ്രിങ്കൊക്കെ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കണം, എപ്പോഴും ക്രീംസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് സിറപ്പാണ്. സിറപ്പ് ഞാൻ പാലെടുത്തിട്ട് ബ്ലൂബെറിയുടെ എസൻസ് ആണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഗനാഷ് ആക്കിയത് 1:1 വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും ഈക്വലായിട്ട് എടുത്തിട്ടാണ് ഞാൻ ഗനാഷ് ആക്കി എടുത്തത്. അതിലൊരു 4 ഡ്രോപ്സ് എസൻസ് കൂടെ ആഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ക്രഷ് കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് ഫൈനായിട്ട് ബേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനത്. ക്രഷ് യൂസ് ചെയ്തിട്ടുള്ള കേക്ക് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് ഞാൻ 2ആയിട്ട് മുറിച്ചിട്ട് 2 കേക്കിനായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് മുകളിലത്തെ ആ ഒരു സ്കിൻ പോലത്തെ ഒരു ഇതുണ്ട്, അത് ഞാൻ റിമൂവ് ചെയ്യും, അതെനിക്ക് എന്തോ ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ ആ ഒരു നമ്മുടെ ബോക്സ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. സിറപ്പ് ഒഴിച്ചു നന്നായിട്ടൊന്ന് വെച്ചെടുത്ത് കേട്ടോ. നമ്മൾ സെറ്റ് വെച്ചിരുന്ന ക്രീമിനെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. എന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ സൈഡിലൊന്നും ടീനിൻ്റെ സൈഡിലൊന്നും മുട്ടില്ല, അപ്പോൾ ഫൈനായിട്ട് കിട്ടുകയും ചെയ്യും, കാണാൻ ലുക്കും വരിക്കും. നമ്മൾ എടുത്ത് വെച്ച ഗനാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക, തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇപ്പോൾ തന്നെ ഇട്ടിട്ട് വെക്കണ്ട, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി, സോറി. പിന്നെ ഇതിൻ്റെ മുകളിൽ മെൽറ്റ് ചെയ്ത് ഒഴിക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് എടുക്കുക, കുറച്ച് ജസ്റ്റ് ഒരു കുഞ്ഞ് പീസ് എടുക്കുക, ഒന്ന് മെൽറ്റ് എടുത്ത് തണുത്തതിന് ശേഷം 2 ഡ്രോപ്സ് എസൻസ് വേണമെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആ ചോക്ലേറ്റിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ 1 ഡ്രോപ്പ് കളർ ഒഴിക്കാം കേട്ടോ, പർപ്പിൾ കളർ. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നമ്മൾ ടിന്ന് എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് ഒന്ന്, ഞാൻ പറഞ്ഞേ നട്ട്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന്, അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് കൊടുക്കുക കേട്ടോ, ഒരുപാട് കട്ടിക്ക് വേണ്ട കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതൊന്ന് മിക്സിക്കകത്തുനിന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രംസ് ആയിട്ട് കിട്ടും. ആ ക്രംസ് ഒന്ന് മുകളിലിടുക, ഫിനിഷ് ചെയ്യുക. അപ്പം ഞാൻ 2 ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് ഒരാൾക്ക് കൊടുക്കാനും ഒന്ന് വീട്ടിലേക്ക് വേണ്ടിയിട്ടുണ്ടാക്കി. പെട്ടെന്ന് കുളവാനായിട്ട് ഞാൻ ഫ്രീസറിൽ കയറ്റി വെച്ചപ്പോൾ എന്താ പ്രശ്നം, സ്പഞ്ച് നല്ല കട്ടി കൂടെ പോയി. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ സിറപ്പ് ചേർത്ത് എടുക്കുന്നല്ല, അപ്പോൾ അത് കാരണം കട്ടിയായിപ്പോയി. പിന്നെന്താ, കുറേയൊക്കെ കുത്തിപ്പറിച്ചെടുത്തു, പിന്നെ ബാക്കി നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടി മാറ്റി വെച്ചു. ബ്ലൂബെറി ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഡ്രീം കേക്ക് ഇഷ്ടപ്പെടും. പിന്നെ മറ്റു കേക്കുകൾ പോലെയല്ല, നല്ലതായിട്ട് മധുരം മുന്നിൽ നിൽക്കും. കാരണം വൈറ്റ് ആണെങ്കിലും ഇങ്ങനെയുള്ള ഫ്ലേവർ കേക്ക്സ് ആണെങ്കിലും മധുരം ഇത്തിരി മുന്നിൽ നിൽക്കും. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ചാനൽ ക്രാഫ്റ്റും എല്ലാം വരുന്നുണ്ട്, സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.